ഇസ്ലാമെന്ന് പുറത്തു പോണ ദിക്റ പേരെന്താ? സുന്നത്യമാത്തി മുസ്ലിയാക്കന്മാരങ്ങൾ തിരിച്ചറിഞ്ഞോളി, നിങ്ങളെ പരലോകം രക്ഷപ്പെടും. മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ചൊല്ലുന്ന മദ്ഹുകളുണ്ടല്ലോ, ആ മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഇല്ലാത്ത കുറെ കള്ളക്കഥകളാ, കുറെ ഇല്ലാത്ത ആരോപണങ്ങളാ, പറയാൻ പറ്റാത്ത കാര്യങ്ങളാ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയേണ്ടുന്ന വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ മദ്ഹ് എന്ന പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അള്ളാഹു എന്തെല്ലാം വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ വിശേഷണങ്ങൾ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയാ, എന്നിട്ട് എന്ത് ചെയ്യാ? അത് മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ മദ്ഹാന്നും പറയാം. ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. അതിര് കവിയലാണിത്. എത്രത്തോളം എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതയാണ്. എന്താണ്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ ഉണ്ടാകും, അപ്പം തന്നെ ഉണ്ടാകും. അത് അള്ളാഹിന്റെ പ്രത്യേകതയാ, അത് വേറെ ആർക്കുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹിന്റെ വിശേഷണ. അതേപോലെ തന്നെ ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹ്ക്ക് നാമതുല്യനായി ആരെങ്കിലും ഉണ്ടോ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹിനെ പോലെ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ അവന്റെ വിശേഷണം അവന് മാത്രമായി പറയുമ്പോൾ മുഹയ്യദ്ദീമാല മുഴുവൻ നിങ്ങൾ എടുത്തോളൂ, കുതുബിയത്ത് എടുത്തോളൂ, അൽ ഫുയൂദാത്തു റബ്ബാനിയ എന്ന ഖാദിരിയ ത്വരീഖത്തുകാർ ചൊല്ലുന്ന ദിക്ർ എടുത്തോളൂ, ജലാലിയ റാത്തീബ് എടുത്തോളൂ. അതിലൊക്കെ പറയുന്നത് എന്താണ്? അള്ളാഹിനെ പോലെയാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖ്. 1-2 ഉദാഹരണം പറയാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചത് മദ്ഹാണോ അല്ലേ, ചൊല്ലണോ ചൊല്ലണ്ടേന്ന്. എന്താ പറയുന്നത്? എന്നൂടെ ഏകൽ ഊടയവൻ തൻ്റെകൾ ആകെന്ന് നാം ചൊൽകിൽ ആകും ആദം നോവർ. അള്ളാഹിനെ പോലെ തന്നെയാണ് എൻ്റെ ഏകലും. നാം അള്ളാഹു തആല സ്വന്ന മാതിരിതാ, അത് അപ്പം അതേപോലെയാ. കുൻ ഫയകൂൻ, ഞാനും അങ്ങനെ തന്നെയാണ്. ആകും ആദം നോവർ. പറയൂ മുസ്ലിങ്ങളെ, ചൊല്ലണോ ചൊല്ലണ്ടേ തീരുമാനിച്ചോളൂ, ഞങ്ങൾക്കിത് പറയേണ്ട ബാധ്യതയേ ഉള്ളൂ. പിന്നെയോ, വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണം ആദീനെ ആക്കുന്നോവർ. ഒരു വസ്തുവിനെ നോക്കിയിട്ട് വേണ്ടിയ വണ്ണം ഉദ്ദേശിച്ച വേണ്ടിയ വണ്ണം അതിനാക്കുന്നോവർ ആര്? മുഹയ്യദ്ദീൻ ഷെയ്ഖ്. അള്ളാഹിന്റെ വിശേഷണമാണത്. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ച പോലെ അതിനെ ആക്കും, അത് അള്ളാഹിന്റെ പ്രത്യേകതയാണ്. പിന്നെയോ, അള്ളാഹിനെ പോലെ ആരുമില്ല എന്ന് പറഞ്ഞില്ലേ, ഷെയ്ഖും അങ്ങനെ തന്നെയാണ്. എന്നെ ഒരു പേരെ കൂട്ടി പറയണ്ട, എന്നെ പാട പിന്നാറിയരുതെന്നോവർ. എന്നെ ഒരു മഖ്ലൂക്കിനും അറിയില്ല, എന്നെ ആരോട് കൂട്ടി പറയണ്ട. നമ്മൾ ആരാന്നറിയോ? അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ ത്വരീഖതി. അനൽ വാഹിദു, ഞാൻ ഏകനാണ്. ഇവിടെ ഉണ്ട് അൽ ഫുയൂദാത്തു റബ്ബാനിയ. ഞാൻ അതൊക്കെ ഓരോന്നും കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ നുണ പറഞ്ഞെന്ന് പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊരു മറുപടി പ്രസംഗമാണ്. ചിലപ്പോൾ ഇങ്ങും വരുമ്പോൾ ഇല്ലാത്ത പറയാൻ പാടില്ല. അതിനത് കാണിച്ചു തരുന്നത് അൽ ഫുയൂദാത്തു റബ്ബാനിയ ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ. ഇതിന്റെ പേരതാണ്. അതായത് ഖാദിരിയ ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ ഉൾക്കൊള്ളുന്ന ഷെയ്ഖിന്റെ കുറേ മഹത്വങ്ങൾ പറയുന്ന കിതാബ. അതിലെന്താ പറഞ്ഞത്? അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ ത്വരീഖതി. ഞാൻ ഏകനാണ്. ഇസ്ലാമെന്ന് പുറത്തു പോണ ദിക്റ പേരെന്താ? സുന്നത്യമാത്തി മുസ്ലിയാക്കന്മാരങ്ങൾ തിരിച്ചറിഞ്ഞോളി, നിങ്ങളെ പരലോകം രക്ഷപ്പെടും. ഇത് ആരും കാണാത്ത ബുക്കൊന്നല്ല. ഇതിപ്പോൾ ഫുയൂദാത്ത് എന്ന് ഞാൻ അറബി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകായാണ്. മലയാളത്തിൽ പറഞ്ഞുതരാം. അവർ സ്വന്ന ബെയ്ത്ത് ഇതാണ് സാധനം. ഈ അവർ സ്വന്ന ബെയ്ത്തും ബഹിജ ഒരു കിതാബ്, തെക്കുമില വേറെ കിതാബ്, ഈ 3 കൂടി കൂട്ടിക്കുഴച്ചുണ്ടാക്കിയതാണ് മുഹയ്യദ്ദീമാല. അപ്പോൾ പിന്നെ അതിൻ്റെ കഥ പറയണ്ടോ? അവർ സ്വന്ന ബെയ്ത്തിന്നും ബഹിജ കിതാബിന്നും അങ്ങിനെ തെക്കുമീല തന്നീന്നും കണ്ടോവർ. അവർ സ്വന്ന ബെയ്ത്ത്, അവർ സ്വന്നിട്ടുമില്ലേ മൊളിന്തിട്ടുമില്ലേ എന്ത് ആളുകൾ സുമ്മാ പൊളി പേசுறது, വെറുതെ പറയാ. ഷെയ്ഖ് തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ വാഹിദാണ്, ഞാൻ ഫർദാണ്, ഞാൻ കബീറാണെന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. അത് പറയുന്ന ഷെയ്ഖ് അല്ല മുഹയ്യദ്ദീൻ ഷെയ്ഖ്. ഇത് മദ്ഹ. ഇത് ഞങ്ങൾ മദ്ഹ് പറയാണ്, കിതാബ് പിന്നെ വന്നതാണ്. ആണോ? ഇനി ഒരു മദ്ഹ് കേട്ടോളി. ഇവരെ മറ്റൊരു മദ്ഹിന്റെ രീതി എന്താണെന്നറിയോ? ഞാൻ മദ്ഹിന് 1-2 സാമ്പിൾ പറഞ്ഞാണ്, തൽക്കാലം പതേ പറയുന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം സംവിധാനങ്ങൾ ഈ ലോകത്ത് വെച്ചിട്ടുണ്ടോ ആ സംവിധാനങ്ങളെ മോശമായി ചിത്രീകരിക്കുക, എന്നിട്ട് അള്ളാഹുവിനേക്കാൾ വലിയ കഴിവും പവറും ഒക്കെ ഉള്ള ആളായിട്ട് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ആളുകൾക്ക് മുമ്പിൽ ചിത്രീകരിക്കാം. എന്താ സംഭവം? ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും.
എന്നാലും ഞാൻ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി പറയാം, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഉസ്താദ് മദ്ഹ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പോയത്. ഇത് മദ്ഹ് തന്നെയാണോ എന്ന് ഇന്നൊന്ന് പോയിട്ട് ഓത് കൊടുത്ത് ആലോചിച്ചോളി. എന്താ സംഭവം എന്നറിയോ? മുഹയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ ഇതൊക്കെ മദ്ഹാണ് പറയണത്. ഇപ്പം ജീലാനി ദിനത്തിന് സമയമായതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയണത്. മുഹയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ മുരീദന്മാരിൽപ്പെട്ട ഒരു ആൾ മരിച്ചപ്പോൾ ആ വ്യക്തിയുടെ ഭാര്യ വന്നിട്ട് ഷെയ്ഖിനോട് പറയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് ഭർത്താവിൻ്റെ റൂഹ് തിരിച്ചു കിട്ടണം. അപ്പോൾ ഭാര്യയും ഭർത്താവുള്ള ജീവിതമാണ്. ഭർത്താവ് മരിച്ചാൽ സ്വാഭാവികമായും വിഷമമുണ്ടാവും. അപ്പോൾ ഭാര്യ വന്നിട്ട് ഷെയ്ഖിനോട് പറയണം, എന്താ? വലിയ ഒരു ഖാദിം മൗത്തായ സംഗീതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാറ്, എൻ്റെ ഖാദിമിൻ്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. ഒരു വലിയൻ്റെ ഖാദിമു മൗത്തായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാറ്. എന്താ പറഞ്ഞത്? എൻ്റെ എൻ്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ആ ഭർത്താവിൻ്റെ റൂഹ് കൊണ്ട് മലക്കുൽ മൗത്ത് പോയി, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ റൂഹ് ഇപ്പം തിരിച്ചു കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ആൺകുട്ടികൾ മരിച്ചിട്ട് റസൂലിന് തോന്നിയിട്ടില്ല റൂഹിൻ്റെ മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ നിന്ന് റൂഹ് ചോദിക്കാൻ. പേരക്കുട്ടി മരിച്ചിട്ടുണ്ട്, 2 ഭാര്യമാർ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. ഏറെ സങ്കടപ്പെടുത്തിയ ജാഫർ ബിൻ അബി ത്വാലിബിൻ്റെ മരണം, ഇത് പ്രവാചകന്റെ ഒരു ശക്തിയായിരുന്ന ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ മരണം, ഇഷ്ടപ്പെട്ട സുഹാബിയായ ഉസ്മാൻ ബിൻ മദ്ഊനിൻ്റെ മരണം, ഖദീജയുടെ മരണം, ആമുൽ ഹുസ്ൻ അബൂ ത്വാലിബും ഖദീജയും ഒന്നിച്ച് മരിച്ച കൊല്ലം. റസൂൽ ആരിനേറ്റും പ്രശ്നത്തിന് പോയിട്ടില്ല. പക്ഷേ ഇത് അതൊന്നല്ല. മദ്ഹ് ആകണമെങ്കിൽ അള്ളാഹുവിനെ ചീത്ത അറിയണം. സമസ്തൻ്റെ വിശ്വാസ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസം എഴുതി വെച്ചു എന്നല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളെക്കൊണ്ടും നിങ്ങൾ അറിയാതെ മുസ്ലിയാക്കന്മാർ ചൊല്ലിപ്പിക്കുന്നു. മുഹയ്യദ്ദീമാലയാണ്, അല്ലെങ്കിൽ പറയും മുഹയ്യദ്ദീമാല തെറ്റാണെന്ന് പറഞ്ഞാലും വിഷയം തീരും. ഞങ്ങളിപ്പോൾ ഇത് പറയണത് ഇതിൽ നിങ്ങൾ ആരും മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ആരും മെമ്പർഷിപ്പ് എടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് ആരും വരണ്ട. നാളെപ്പത്തിൽ വന്നിട്ട് ഇഞ്ഞിൻ്റെ പേര് ഇവിടെ ചേർത്തിക്കോ എന്ന് പറഞ്ഞ് ഏർപ്പാട് പെടല്ല. ഇങ്ങോട്ട് വരണ്ടെന്ന് ഞങ്ങൾ പറയാം. കാരണം ഞങ്ങൾ തന്നെ ആളധികമായിട്ട് 3-4 ടീമാക്കി വെച്ചേക്കുക. ഇനി എന്താ കാട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയുള്ളത് ഇതിലേക്ക് ആരും വരണ്ട. പക്ഷേ ഈ ഹക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താ പറയണത്? മലക്ക് റൂഹിനെ പിടിച്ചു പോയപ്പോൾ ഈ പെണ്ണ് വന്നിട്ട് പറയാം, എൻ്റെ ഭർത്താവിൻ്റെ റൂഹ് തിരിച്ചു തരണം. ആരോട്? ഷെയ്ഖിനോട്. അപ്പോഴോ ഷെയ്ഖ് പോയിട്ട് മലക്കിനോട് പറയാണ്, എൻ്റെ ഖാദിമിൻ്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. കേട്ടു എന്ന് പറഞ്ഞാൽ തമിഴിൽ അത് കേട്ടു എന്ന് പറഞ്ഞു എന്നുള്ള അർത്ഥമാണ്. മലക്കിനോട് പോയിട്ട് കേട്ടു. എന്താ കേട്ടത്? എൻ്റെ ഖാദിമിൻ്റെ റൂഹന്നിൽ തരണം. മലക്കുൽ മൗത്ത് ആകെ ബേജാറായി. കാരണം സർവീസിലില്ലാത്ത ആദ്യത്തെ കേസാത്. ഇക്കണ്ട കാലം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ വിഷയമാണെന്ത്? റൂഹ് ചോദിച്ചിട്ട് ഒരാൾ വരിക. ഇതിന്ന് ഒരു കാര്യം പഠിക്കണം, ഇത് എഴുതിയ ആൾക്ക് അഖീദ അറിയില്ല എന്ന്. കാരണം എന്താ? മലക്കുൽ മൗത്ത് അല്ല റൂഹ് കൊണ്ട് പോണത്. മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്നേ ഉള്ളൂ, പിന്നെ കൂടെ വന്ന മലക്കുകൾക്ക് കൊടുക്കുകയാണ്. മലക്കുൽ മൗത്ത് അല്ല ആദ്യം വരിക. ആദ്യം കുറേ മലക്കുകൾ വരും. നമ്മുടെ കണ്ണ് ഈ മാലയിൽ പറഞ്ഞ പോലെ ഒന്നല്ല മരണവും മലക്കുൽ മൗത്തൊന്നും. ഇസ്ലാമിൻ്റെ ശരിയായ വിശ്വാസങ്ങളൊക്കെ മോശമാക്കിയിട്ട് ഉള്ള ഈമാ കളയാ ചെയ്യണത്. മരിക്കാൻ നേരത്ത് നമ്മുടെ കൺമുമ്പിൽ നിറയെ മലക്കുകളായിരിക്കും. ആകെ ബേജാറായിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. റബ്ബിർജിഊ എന്നൊക്കെ മനുഷ്യൻ കടന്ന് കരയണ സമയമാണ്. കൂടെ നിൽക്കുന്ന മക്കളും ഭാര്യയും അത് കാണൂല. ഈ മരിക്കാൻ പോകണമെന്ന് തന്നെ കാണുള്ളൂ. അള്ളാഹു തആല ഈമാനോട് കൂടി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ മലക്കുകളും നിറയെ വന്നിട്ട് അവിടേക്ക് മലക്കുൽ മൗത്തിന് വരിക. പിന്നെ റൂഹിനെ പിടിച്ചെടുക്കും. വന്നാസിആതി ഖർഖ വന്നാശിതാതി നഷ്താ, പല രൂപങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിടിച്ച ഉടനെ ആ മറ്റേ മലക്കുകളെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. അവരുടെ കയ്യിൽ നല്ല ആളാണെങ്കിൽ സ്വർഗത്തിലെ പുടവുണ്ട്, ചീത്ത ആളാണെങ്കിൽ നരകത്തിലെ മുണ്ടുണ്ട്. അതിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ട് അവരതേറ്റ് പോകുന്നത്. മലക്കുൽ മൗത്ത് പിന്നെ വേറെ വഴിക്ക്. ഇത് എഴുതിയോ പറയാം മലക്കുൽ മൗത്തിൻ്റെ പിന്നാലെ ഓടിയുന്നു. അപ്പോൾ റൂഹ് കയ്യിലില്ലാണ്ട് അവിടെ പോയിട്ടെന്താ? ഒരു ABCD അഖീദിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് എഴുതിയത്. നമുക്ക് പിന്നെ ഒരു കഥയില്ലാത്തതുകൊണ്ട് ഒക്കെ ചൊല്ലും. നമുക്ക് സുന്നത്തെ മാത്താന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതി. പിന്നെ ഓവർന്ന് അവസാനമുണ്ട്. അപ്പോൾ പിന്നെ അത് ശരിയാന്ന് വിചാരിച്ച്. ശരി, ബാക്കി കേട്ടോളും. മലക്കുൽ മൗത്തിനോട് മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, ഇത് മദ്ഹാണോ സുന്നത്തിയമാത്താണോ എന്നൊക്കെ തീരുമാനിക്കാനാണ് ഞാൻ ചിന്തിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. മലക്കുൽ മൗത്ത് പറയാണ്, തനിയോൻ്റാരുൾ അൽഫൂടിപ്തൈതെങ്ങനെ താരും ഞാനെന്ന് മാലക്ക് നവിണ്ടോവർ. അല്ല മുഹയ്യദ്ദീൻ ഷെയ്ഖേ, അള്ളാഹു തആല പിടിക്കാൻ പറഞ്ഞിട്ട് പിടിച്ച റൂഹല്ലേ, ഞാനിപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് തരിക? ഹലോ, മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ ആരാ?
എത്ര ഗൗരവത്തിലെ വിശ്വാസം മലക്കുൽ മൗത്തിനെ പഠിപ്പിച്ചു തന്നത്. മലക്കുൽ മൗത്ത് പറയാണ്, അള്ളാഹു താല പിടിക്കാൻ പറഞ്ഞ് പിടിച്ച ഈ റൂഹിനെ ഞാൻ എങ്ങനെയാ മുഹയ്യദ്ദീൻ ഷെയ്ഖേ നിനക്ക് തരിക? അപ്പോഴോ നവിൽ കേട്ട് കയ്യിലാമേരർ ഫൂടിത്തുള്ളൈ ജംബീലൈ വേഗം ഫീഡിത്ത് ഫറന്നോവർ. തരൂലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെങ്ങനെ തരാന്ന് ചോദിച്ചപ്പോൾ മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്താ ചെയ്യുന്നത് അറിയോ? മലക്കുൽ മൗത്തിൻ്റെ കയ്യിലുള്ള ജംബീൽ വേഗം ഫിടിത്ത് ഫറന്നു. അപ്പോൾ അത് എഴുതിയോൻ്റെ ധാരണ എന്താ? റൂഹ് കൊണ്ടുപോകുന്നത് കൊട്ടയിലാന്നല്ല. ജംബീൽ പറഞ്ഞാൽ കൊട്ട. കൊട്ടയിൽ നമ്മൾ ഈ റൂഹ് ഒരു മീൻ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ അല്ലേ റൂഹ്. അപ്പോൾ റൂഹേ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ആ തര റൂഹാണ് എന്നാണ് ഇത് എഴുതിയോൻ്റെ ധാരണ. പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുക, ഇത് സുന്നത്തിയമായത്താണോ, ഇത് സ്വർഗത്തിലേക്കുള്ളത്? അത് മുഹയ്യദ്ദീൻ ഇല്ലെങ്കിൽ ഉസ്താദ് വന്ന് പറയട്ടെ. ഞങ്ങൾ പറഞ്ഞാൽ എന്താ പറയുക, കണ്ട ഔലിയാക്കന്മാരെ കുറ്റം പറയാണ്. നിങ്ങൾക്ക് തോന്നിയാൽ എഴുതി വെക്കുക, അത് നാട്ടുകാരോട് പറയാൻ ഞങ്ങൾക്ക് പറ്റൂലെന്നോ? അപ്പോൾ ജംബീലെ വേഗം ഫിടിത്ത് പറന്നോവർ. എവിടുന്ന്? ആകാശലോകത്താണ് ഈ കളി ഫിടിത്ത് പറക്കണത്. എന്നിട്ട് എന്താ ഉണ്ടായതറിയോ? അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്താ കൊട്ടയിൽ ചണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നിൽ ഉള്ള ഈ ഉയറുകളെ തൊള്ളി ഫറഫിച്ച് ഫാറ്റി പിടുത്തോവർ. அந்த நாளுக்கு ஒரு பிரச்சனை இருக்கு. என்ன பிரச்சனை தெரியுமா? அது வந்து கேரளாவுன்னு இந்த முரீதுக்கு ரூஹு மட்டுமல்ல பிடிச்சிருக்க, ரொம்ப ரூஹு பிடிச்சிருக்கு. இந்த இங்கே கேரளாவில் வந்து இப்போ பெங்கால் இருக்க, தமிழை இருக்க, ഇത് ബീഹാർ ഇരിക്കെ, അന്ത ഒരുപാട് റൂഹ് ഇരിക്കുക. അന്ത റൂഹ് എല്ലാമേ പോയാച്ച്. കാരണം ഒരു കൊട്ടയിൽ ഒരു റൂഹുള്ളൂ. വല്ല കഥയും വേണ്ടേ? ഇതാണ് മുഹയ്യദ്ദീൻ മാല, സുന്നത്തിയമായത്ത്. ഇത് ചൊല്ലാത്തോനോ വഹാബി, ഓനക്ക് പെണ്ണിടിച്ചു കൊടുക്കരുത്, നിങ്ങളെ പെണ്ണ് വേണ്ടാന്ന് പറയാൻ ഞങ്ങൾ തന്നെ. ഈ കോലത്തിലാണെങ്കിൽ ഓനോട് സലാം പറയരുത്, മുണ്ടണ്ട ഞങ്ങൾ സലാം പറയണ്ടെന്ന് ഞങ്ങൾ പറയണത്. വേണമെങ്കിൽ ചിന്തിച്ചോളി അവനവൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ട്. കൊട്ട വാങ്ങി തട്ടിപ്പറിച്ച് ഫിടിത്ത് പറന്നപ്പോൾ എന്താ ഉണ്ടായത്? തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയറുകളെ തുള്ളി ഫറഫിച്ച് ഫാറ്റി പിടുത്തോവർ. എനിക്ക് ഞാൻ ഒരു റൂഹ് ചോദിച്ചപ്പോൾ തരൂലെന്ന് സകല കൊട്ട പൊട നോക്കപ്പാടെ ചേർത്തി പൊടിച്ച് നശിപ്പിച്ച് അവസാനം പാവം മലക്ക് കാരണം മലക്ക് പാവാണ്, തോൽക്കണം. എന്നാലത് മാലേ ഉള്ളൂ, അപ്പോഴേ സമസ്ത ജയിക്കുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ധാരണ അള്ളാൻ്റെ ദീനിനെ കളിയാക്കല്ലേ? കേട്ടോളൂ. വിട്ടത് കണ്ട് അള്ളാന്റെ പറഞ്ഞോവർ. അപ്പോൾ മാലക്കോട് അല്ലാ അരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ കൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുഫാവനം നോവർ. മലക്കുൽ മൗത്ത് പോയി അള്ളാൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പോകുന്നത് ചോദിച്ചു. എന്താ കൊട്ട പോയി എന്ന് പറഞ്ഞു. കൊട്ട പോയി. ഇതിപ്പോൾ അള്ള ഏൽപ്പിച്ച പണിയാളിപ്പത്. അള്ള ഏൽപ്പിച്ച പണിയിൽ അള്ള പരാജയപ്പെട്ടു എന്ന് വരുന്നില്ലേ? ഇതൊക്കെ ചിന്തിക്കണം കേട്ടോ. കൊട്ട പോയി. എന്ത് സംഭവം? ഞാനിങ്ങനെ വരുമ്പോൾ മുഹയ്യദ്ദീൻ ഷെയ്ഖ് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അപ്പോൾ ആകെ ഫിടുത്ത് പറന്നു. അപ്പോൾ അള്ള പറയാണ്, കേട്ടോളൂ, അള്ള പറഞ്ഞു, പ്രിയപ്പെട്ട മുസ്ലിമേ, സുന്നത്തിയമാത്തിൻ്റെ പേര് നെറ്റിയും ഒട്ടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചോദിക്കുക അള്ള അത് പറഞ്ഞത് എവിടെയാണ് എന്ന്. അള്ള പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ഇല്ല എന്നാ. അതുകൊണ്ട് മൗലൂദ് ഓതുന്നവനാ ഏറ്റവും വലിയ അക്രമി. കാരണം അത്രക്ക് നോണയിൽ വരുന്നുണ്ട്. എന്താ പറഞ്ഞത്? അപ്പോൾ മാലക്കോട് അല്ലാ അരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതി എൻ്റെ കൗസല്ലേ ഫൂതി പോൽ ഞാനോരിൽ കൊടുഫാവനം നോവർ. എന്ത് പണിയാ മലക്കുൽ മൗത്ത് നീ കാണിച്ചത്? മുഹയ്യദ്ദീൻ ഷെയ്ഖ് വന്ന് ചോദിച്ചത് ഒരു റൂഹല്ലേ? ഇപ്പം എല്ലാമേ പോയില്ലേ, കൊടുക്കായിരുന്നില്ലേ? ഇനിയിപ്പോൾ എന്താ? ഇനിയും തിരിച്ചു പോയിട്ട് ബാക്കിയുള്ള റൂഹൊക്കെ ഇനി പിടിക്കണ്ടേ? ഇത് മദ്ഹാണോ? ഫാറൂഖ് നബിക്ക് ഒന്ന് ഫോൺ ഒന്ന് വിളിക്കുന്നത് വേഗം ഡേറ്റ് വാങ്ങും. ഇത് വിശദീകരിക്കാൻ പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാം എനിക്ക് എവിടെ ഉണ്ടെങ്കിൽ ഞാൻ ക്യാൻസലാക്കി ഞാൻ വരാം. കാരണം ഈ നാട്ടുകാരെ അത്രയ്ക്ക് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പാരമ്പര്യത്തിന് പേര് പറഞ്ഞിട്ട്, സുന്നത്തിയമാത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. അപ്പം ഇത് പാരമ്പര്യവും ഇല്ല, സുന്നത്തിയമാത്തും ഇല്ല. ഇത് തനിച്ച ബിദ്അത്താണ്, അന്ധവിശ്വാസമാണ്, അള്ളാനെ മോശമാക്കലാണ്, മലക്കുകളെ മോശമാക്കലാണ്, അള്ളാന്റെ സംവിധാനങ്ങളെ മോശമാക്കലാണ്. പച്ച മലയാളത്തിൽ ഒന്നുകൂടി നന്നാക്കി പറഞ്ഞ ഇസ്ലാം ദീനിനെ അരപ്പാക്കലാണ്. സുന്നത്തിയമാത്തല്ല. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോളുക.